അപ്പോൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് എനിക്ക് തന്നെ BBA-കാരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ BCom-കാർക്കും ഇത് ചോദിക്കാറുണ്ട് എപ്പോഴും കേട്ടോ. അപ്പോൾ BBA-ക്കും BCom-നും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലേബർ ടേൺ ഓവർ. ചില ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷേ എന്നാലും എക്സാമിന് വന്ന് കണ്ടിട്ടുണ്ട്. എന്താണ് ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ? ലേബർ ടേൺ ഓവർ, it is a rate of change in the composition of labor force, or it is the proportion that the number of workers leaving the organization bear to the average number of workers during a specific period. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് എത്ര ലേബർ വരുന്നുണ്ട്, എത്ര ലേബർ പിരിഞ്ഞു പോകുന്നുണ്ട്, ആ റേഷ്യോ ആണ് ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ക്ലിയർ ആയോ? വന്നിട്ടുള്ള ലേബറും സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ലേബറും ഇല്ലേ, അവ തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുക. ക്ലിയർ ആണോ? ഓക്കെ. ഈ ലേബർ ടേൺ ഓവർ കാണാനായിട്ട് മെയിനായിട്ട് നമുക്ക് 4 മെത്തേഡ് ഉണ്ട്. ലേബർ ടേൺ ഓവർ കാണാൻ എത്ര മെത്തേഡ് ഉണ്ട്? ഇത് 4 പഠിക്കണം കേട്ടോ. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വന്നിട്ടുണ്ട് പലതവണ, അതാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ മെത്തേഡാണ് സെപ്പറേഷൻ മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് പ്രകാരം LTR കാണാൻ. LTR എന്ന് പറഞ്ഞാൽ എന്താ? ലേബർ ടേൺ ഓവർ, അല്ലെങ്കിൽ LTO എന്നും പറയും കേട്ടോ. LTO എന്ന് പറഞ്ഞാൽ ലേബർ ടേൺ ഓവർ ആണ്. അപ്പോൾ LTR എന്ന് പറഞ്ഞാൽ ലേബർ ടേൺ ഓവർ ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് ഡ്യൂറിങ് ദ പീരീഡ്. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്നും ലെഫ്റ്റായി പോയ വർക്കേഴ്സിൻ്റെ എണ്ണയില്ലേ, അത് ലെഫ്റ്റായി പോവെന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോവുക അല്ലെ നിർത്തിപ്പോവുക. അപ്പം നിർത്തിപ്പോയ തൊഴിലാളികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ഈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് എങ്ങനെ കാണാമെന്നറിയോ മക്കളെ? നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദ ബിഗിനിങ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് ദ എൻഡ് ഹോൾ ഡിവൈഡഡ് ബൈ 2. ഒരു സ്ഥാപനത്തിൽ ഓപ്പണിങ്ങിലുള്ള വർക്കേഴ്സും ക്ലോസിംഗ് ഡേറ്റിലുള്ള വർക്കേഴ്സും തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ബൈ 2 ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം നിങ്ങൾ ആവറേജ് കണ്ടുപിടിക്കണം. കാരണം അത് വെച്ചിട്ടാണ് എല്ലാ ഇക്വേഷനും വരുന്നത് കേട്ടോ. അപ്പോൾ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് എങ്ങനെ കാണാമെന്ന് പറഞ്ഞേ? ബിഗിനിങ്ങിലുള്ള നമ്പർ ഓഫ് വർക്കേഴ്സും എൻഡിങ്ങിലുള്ള നമ്പർ ഓഫ് വർക്കേഴ്സും ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യാം. വെരി ഗുഡ്. എന്നിട്ട് നമ്മുടെ ലേബർ ടേൺ ഓവർ കാണാൻ എത്ര വർക്കറാണോ പിരിഞ്ഞു പോയി നിർത്തിപ്പോയത് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കർ ഇൻറ്റു 100 ചെയ്യുക. അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ലേബർ ടേൺ ഓവർ കാണാം? നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡ്യൂറിങ് എ പീരീഡ്. അതായത് പിരിഞ്ഞു പോയ സ്ഥലത്തേക്ക് എത്ര പേര് റീപ്ലേസ് ചെയ്തു. എന്താ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ? പകരം കൊണ്ടുവന്ന തൊഴിലാളിയുടെ എണ്ണം ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. അടിയിൽ എപ്പോഴും ആവറേജ് നമ്പർ. അതാണ് ഞാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം എന്താ വർക്കൗട്ട് ചെയ്യണ്ടേ? ആവറേജ്. കാരണം ആവറേജ് കാണാതെ നമുക്ക് ഒരിക്കലും ലേബർ ടേൺ ഓവർ കാണാൻ പറ്റൂല. അപ്പോൾ റീപ്ലേസ്മെന്റ് മെത്തേഡ് പ്രകാരം ലേബർ ടേൺ ഓവർ കാണാൻ നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. ക്ലിയർ ആയോ സെക്കൻഡ് മെത്തേഡ്? മൂന്നാമത്തെ മെത്തേഡാണ് ഫ്ലെക്സ് മെത്തേഡ്. എന്താണ് ഫ്ലെക്സ് മെത്തേഡ്? ഈ 3 എണ്ണമാണ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളൂ കേട്ടോ. മൂന്നാമത്തെ മെത്തേഡ് ഫ്ലെക്സ് മെത്തേഡ്. നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ. മറ്റേ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ. അതായത് പിരിഞ്ഞു പോയ തൊഴിലാളികളുടെ എണ്ണത്തിനോടൊപ്പം എത്ര പേര് പകരം നമ്മൾ നിയമിച്ചു ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. ക്ലിയർ ആയോ ഫ്ലെക്സ് മെത്തേഡ്? എല്ലാവർക്കും 3 മെത്തേഡ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇതിലേതെങ്കിലും മെത്തേഡ് നമ്മൾ ഒന്നുകൂടെ ഇത് ചെയ്യണോ, റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട. യെസ്, ലെഫ്റ്റും റീപ്ലേസ്ഡും കേട്ടോ. അടുത്ത റിക്വയർമെന്റ് മെത്തേഡ്. നമ്പർ ഓഫ് വർക്കേഴ്സ് റിക്വയർഡ് ടു ബി റീപ്ലേസ്ഡ്. അതായത് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം തൊഴിലാളികളെ വേണം, റിക്വയർമെന്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു 100. അതങ്ങനെ വരാറില്ല, എന്നാൽ ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്താലോ? റെഡി ആണോ എല്ലാവരും? ക്വസ്റ്റ്യൻ ഇതാണ്. ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റ്സ് ടു ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ ഫാക്ടറി ഫോർ ദ ഇയർ 2013. 2013 ഫാക്ടറിയിലെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ 1/1/2013. ജനുവരി 1-ാം തീയതി ആ സ്ഥാപനത്തിൽ 1900 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. 31/12/2013 അത് ക്ലോസിംഗ് ഡേറ്റ് അല്ലേ മക്കളെ? അത് ഇയർ എൻഡിങ് അല്ലേ? അപ്പോൾ ഇയർ എൻഡിങ്ങിൽ എത്ര വർക്കർ ഉണ്ട്? 2100 വർക്കർ ഉണ്ട്.
അപ്പോൾ നമ്മൾ എങ്ങനെ ആവറേജ് കാണാം? ആവറേജിൽ ആദ്യം കണ്ടുപിടിക്കണ എങ്ങനെ കാണാം? മറ്റേ ഓപ്പണിങ്ങും ക്ലോസിംഗ് ആഡ് ചെയ്തിട്ട് ബൈ 2 യെസ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, 1900 ഓപ്പണിങ്ങിൽ വർക്കർ 1900, ക്ലോസിങ്ങിലെ വർക്കർ 2100 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. അപ്പോൾ 4000 ബൈ 2 2000 അല്ല, അങ്ങനെയല്ലേ കിട്ടുക? 1900 പ്ലസ് 2100 4000 അല്ലേ വരിക? ബൈ 2 ചെയ്യുമ്പോൾ 2000 കിട്ടും. അവിടെ കിടക്കട്ടെ. നമ്പർ ഓഫ് വർക്കേഴ്സ് ഹു ക്വിറ്റ് ദ ഫാക്ടറി. അത് ക്വിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫാക്ടറി നിർത്തിപ്പോയ ആൾക്കാരാണ് 20 പേര്. വർക്കേഴ്സ് ഡിസ്ചാർജ്ഡ് ആയത് 60 പേര്. എന്താ ഡിസ്ചാർജ്ഡ് ആവാന്ന് പറഞ്ഞാൽ? പിരിഞ്ഞു പോവാ, നിർത്തിപ്പോവാ. അതന്നെ ഡിസ്ചാർജ് ആയിപ്പോയി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ മറ്റേ പെൻഷൻ വന്നിട്ടൊക്കെ നമ്മൾ റിട്ടയർഡ് ആയി പോവുക. അപ്പോൾ അങ്ങനെ ഒരു 60 പേരുണ്ട്. പിന്നെ വർക്കേഴ്സ് റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിയമിക്കുക അല്ലേ. 280 പേരെ നമ്മൾ 2013 നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രാക്കറ്റിൽ ശ്രദ്ധിക്കണം, ഇൻക്ലൂഡിങ് 240 ഓൺ അക്കൗണ്ട് ഓഫ് എക്സ്പാൻഷൻ സ്കീം. എന്താ അതിൻ്റെ അർത്ഥം? ആർക്കെങ്കിലും പറയാമോ? 280 റിക്രൂട്ട് ചെയ്തേക്കണേ. പക്ഷെ ബ്രാക്കറ്റിൽ ഒരു കേസ് പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് 240 ഓൺ അക്കൗണ്ട് ഓഫ് എക്സ്പാൻഷൻ സ്കീം. അർത്ഥം പറഞ്ഞേ. റിക്രൂട്ട്മെന്റിന്റെ സ്പേസ് 240 ആയിരുന്നു. അത് മറ്റേ വർക്കേഴ്സിന്റെ ആപ്ലിക്കേഷൻ വരാണ്ട് എക്സ്പാൻഷൻ ചെയ്തു എന്നാണോ? അങ്ങനെയല്ല, മൊത്തം നമ്മൾ റിക്രൂട്ട് ചെയ്ത് എത്രയാ? 280 പേരെ നിയമിച്ചിട്ടുണ്ട് അല്ലേ. ആ നിയമിച്ച 280-ൽ 240 പേരെ എക്സ്പാൻഷൻ സ്കീമിലാണ് നമ്മൾ നിയമിച്ചേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നറിയോ? കമ്പനി കുറച്ച് വികസിപ്പിച്ചപ്പോൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ വന്ന വേക്കൻസിയാണ്, അല്ലാതെ റീപ്ലേസ് ചെയ്തതല്ല. അത് കത്തിയില്ല. 280 പേരിൽ 240 പേരെ എക്സ്പാൻഷൻ സ്കീമിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തത്. അതായത് കമ്പനി കുറച്ച് എക്സ്പാൻഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ കമ്പനി കുറച്ച് വികസിപ്പിച്ചപ്പോൾ വന്ന വേക്കൻസിയാണ്, അല്ലാണ്ട് പിരിഞ്ഞു പോയതിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തതല്ലാന്ന്. മനസ്സിലായോ? അപ്പോൾ 280-ൽ എത്രയായിരിക്കും റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവുക? 40. കത്തി എല്ലാവർക്കും? യെസ്. കാൽക്കുലേറ്റ് ദ ലേബർ ടേൺ ഓവർ റേറ്റ് അണ്ടർ സെപ്പറേഷൻ മെത്തേഡ്. നമുക്ക് ആദ്യം സെപ്പറേഷൻ മെത്തേഡ് നോക്കാം. സെപ്പറേഷൻ മെത്തേഡിൽ ആദ്യം ആവറേജ് കണ്ടുപിടിച്ചു 2000. ഇക്വേഷൻ പറഞ്ഞ സെപ്പറേഷൻ മെത്തേഡിൽ എങ്ങനെ ലേബർ ടേൺ ഓവർ കാണാം? നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് ആണ് അല്ലെ. ലെഫ്റ്റ് എത്രയാണ്? അതിനകത്ത് ക്വിറ്റ് ചെയ്തത് 20 പേര്, പിരിഞ്ഞു പോയത് 60 പേര്. അപ്പോൾ മൊത്തം എത്ര പേര് പോയിട്ടുണ്ട്? അപ്പോൾ 80/2000 × 100 4%. അപ്പോൾ എല്ലാവർക്കും സെപ്പറേഷൻ മെത്തേഡിൽ ലേബർ ടേൺ ഓവർ കാണാൻ മനസ്സിലായോ? അടുത്ത രണ്ടാമത്തെ മെത്തേഡ് ഏതാ? റീപ്ലേസ്മെന്റ്. റീപ്ലേസ്മെന്റ് മെത്തേഡിൽ എങ്ങനെ ലേബർ ടേൺ ഓവർ കാണാം? Number of workers replaced during a period by average number of workers into 100. ഓക്കെ, ഞാനിവിടെ ചോദിക്കട്ടെ, ഇവിടെ എത്ര വർക്കറിനെ റീപ്ലേസ് ചെയ്തത്? 40. സംശയമില്ലല്ലോ. 280 പേരെ നിയമിച്ചതിൽ 240 എക്സ്പാൻഷൻ സ്കീമില്ല, ബാക്കി 40 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 40/2000 × 100 2%. ക്ലിയർ? നെക്സ്റ്റ് ഫ്ലക്സ് മെത്തേഡ്. ഫ്ലക്സ് മെത്തേഡിൽ എങ്ങനെ ലേബർ ടേൺ ഓവർ കാണാം? നമ്പർ ഓഫ് വർക്കേഴ്സ് നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ ലെഫ്റ്റ് എത്രയാണ്? 80 ആണ്, മറ്റേത് 40 ആണ്. അപ്പോൾ 120/2000 × 100 6%. ക്ലിയർ ആണോ? അപ്പോൾ എല്ലാവർക്കും ലേബർ ചോദിച്ചോളൂ. 80 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ലെഫ്റ്റ് കണ്ടുപിടിച്ചിട്ടില്ലടാ ഫസ്റ്റ് മെത്തേഡിൽ. 80 + 40. എല്ലാത്തിലും കാണണം. ബൈ ആവറേജ് × 100 ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ? ലേബർ ടേൺ ഓവർ സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് നമ്മൾ ഏണിങ്സ് ആണ് പറയാൻ പോണത്. ഏണിങ്സ് കാണാനായിട്ട് പല പല മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം നമ്മൾ ഏണിങ്സ് കാണാൻ യൂസ് ചെയ്തത് ടൈം റേറ്റ് ആണ്. ടൈം റേറ്റ് പീസ് റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേതനം കൊടുക്കുക, പീസിൻ്റെ അടിസ്ഥാനത്തിൽ വേതനം കൊടുക്കുക. എന്താ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ?
ഈ ചില ആളുകൾ ഇത്ര മണിക്കൂർ വർക്ക് ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുന്നിടത്ത് ടൈം റേറ്റാണ്. അതായത് ഒരു അവർ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒരു അവർ നമ്മൾ പഠിപ്പിച്ചാൽ നമുക്ക് ഇത്ര രൂപ. മനസ്സിലായോ? അതാണ് ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ക്ലിയർ ആയോ? പീസ് റേറ്റ് അങ്ങനെയല്ല. പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ടോ അതിൻ്റെ ഇതിനനുസരിച്ച് അതിനാണ് പീസ് റേറ്റ് എന്ന് പറയുക. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ കാഷ്യൂ ഫാക്ടറി ഒക്കെ ഇല്ലേ, കശുവണ്ടി കമ്പനിയൊക്കെ, അവിടെയൊക്കെ പീസ് റേറ്റാണ്. അതായത് അവരുണ്ടാക്കുന്നതിൻ്റെ വെയിറ്റ് നോക്കിയിട്ടായിരിക്കും അവർക്ക് അന്നത്തെ വേതനം നിശ്ചയിക്കുക. മനസ്സിലായോ? രണ്ടും ക്ലിയർ ആയോ? ടൈം റേറ്റും പീസ് റേറ്റ്. ഈ കൂലിപ്പണിക്കാർക്കൊക്കെ ഇപ്പോൾ ഏതാ, ടൈമാണോ പീസാണോ? ടൈം അല്ലേ? രാവിലെ ഇത്ര സമയം മുതൽ വൈകിട്ട് ഇത്ര സമയം വർക്ക് ചെയ്താൽ 1000 രൂപ അല്ലേ? ശരിയല്ലേ? അപ്പോൾ അത് ടൈം റേറ്റ് പീസ് റേറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ടൈം റേറ്റ് പീസ് റേറ്റ്? നോക്കി, അവർലി റേറ്റ് ഓഫ് വേജസ് 20 രൂപ. അതായത് ഒരു മണിക്കൂർ ജോലി എടുത്താൽ എത്ര രൂപ കിട്ടും? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 10 യൂണിറ്റ്സ് പെർ അവർ. ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം? 10 യൂണിറ്റ് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കണം. കത്തിയില്ലേ? ഇൻ ആൻ 8-hour ഡേ എക്സ് പ്രൊഡ്യൂസസ് 100 യൂണിറ്റ്. ഒരു ദിവസം ജോലി ചെയ്യേണ്ട സമയം അത് 8 മണിക്കൂറാണ്. സാധാരണ എല്ലാവർക്കും ഓഫീസ് ടൈം 8 മണിക്കൂറാണ് അല്ലേ? ശരിയല്ലേ? ആ 8 മണിക്കൂറിൽ എക്സ് എത്ര യൂണിറ്റ് ഉണ്ടാക്കി? ഒരു ദിവസം എക്സ് എത്ര യൂണിറ്റ് ഉണ്ടാക്കി? 100 യൂണിറ്റ്. കാൽക്കുലേറ്റ് വേജ് ഓഫ് എക്സ് അണ്ടർ ടൈം റേറ്റ് സിസ്റ്റം ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം. എങ്കിൽ എക്സിന് ടൈം റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപ കിട്ടും? പീസ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപ കിട്ടും? നമുക്ക് ആദ്യം ടൈം റേറ്റ് കാണാം. എക്സ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തേ മക്കളെ? 8. ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ എത്ര കിട്ടും? ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ 20 രൂപ കിട്ടും. അപ്പോൾ 8 മണിക്കൂർ വർക്ക് ചെയ്താലോ? 120. ദാറ്റ് ഈസ് ടൈം റേറ്റ്. സിമ്പിൾ അല്ലേ? അവിടെ ഔട്ട്പുട്ടിന് പ്രാധാന്യം ഇല്ല അവിടെ. മനസ്സിലായോ? ക്ലിയർ? കത്തിയാ? ഒരു മണിക്കൂർ ജോലി ചെയ്താൽ 20 രൂപ കിട്ടും. ഹവർലി റേറ്റ് ഓഫ് വേജസ്, ഒരു മണിക്കൂർ ജോലി ചെയ്താൽ 20 രൂപ കിട്ടും. എക്സ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു ദിവസം 8 മണിക്കൂറല്ലേ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിന് 20 രൂപ വെച്ച് 8 മണിക്കൂറിന് 8 2 160 രൂപ. അതല്ലേ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന വേതനം അല്ലേ? ഇനി പീസ് റേറ്റ് നോക്കാൻ പോവാണ്. പീസ് റേറ്റ് നോക്കണമെങ്കിൽ നമുക്ക് ഒരു പീസിന് എത്ര രൂപ കിട്ടണമെന്ന് അറിയണം. വേണ്ടേ? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ എത്ര യൂണിറ്റ് കിട്ടണമെന്ന് എത്ര രൂപ കിട്ടണമെന്ന് അറിയണ്ടേ? അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടും മക്കളെ? 10. ഒരു മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്ന വേതനം 20 രൂപ. ശ്രദ്ധിക്കാട്ടോ. അടുത്തത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 10 യൂണിറ്റ് പെർ അവർ. ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കണം എന്നാ പറയണേ? 10. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ 10 യൂണിറ്റ് ഉണ്ടാക്കിയാൽ എനിക്ക് 20 രൂപ കിട്ടും. ശരിയല്ലേ? ശരിയാണോ? ശരിയാണോ? ഒരു മണിക്കൂറിൽ 10 യൂണിറ്റ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഒരു മണിക്കൂർ ജോലി ചെയ്ത് 20 രൂപ കിട്ടും. അപ്പം അതിനർത്ഥം 10 യൂണിറ്റ് ഉണ്ടാക്കിയാൽ എനിക്ക് 20 രൂപ കിട്ടുമെന്നല്ലേ അർത്ഥം? അപ്പോൾ ഒരു യൂണിറ്റിന് എനിക്ക് എത്ര രൂപ കിട്ടും? 20 രൂപ ബൈ 10. ശരിയല്ലേ? 10 യൂണിറ്റ് ഉണ്ടാക്കി എനിക്ക് 20 രൂപ കിട്ടും. അപ്പോൾ എപ്പോഴും റുപ്പീസ് മുകളിലേ വരുള്ളൂ കേട്ടോ. അപ്പോൾ 20/10 ചെയ്യണം. 20 രൂപയല്ലേ നമുക്ക് കിട്ടണം ഒരു 10 യൂണിറ്റ് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഒരു യൂണിറ്റിനെ കാണാൻ 20/10 2 രൂപ കിട്ടും ഒരു യൂണിറ്റിന്. 2 രൂപ കിട്ടിയാലാണല്ലോ 10 യൂണിറ്റിന് 10 × 2 20 രൂപ കിട്ടുക. കത്തിയാ? കത്തുന്നുണ്ടോ എല്ലാവർക്കും? അതായത് ഒരു മണിക്കൂറിൽ നമുക്ക് എത്ര രൂപ കിട്ടും? 20 രൂപ. ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കണം ആ 20 രൂപ കിട്ടണമെങ്കിൽ? 10 യൂണിറ്റ് ഉണ്ടാക്കണം. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര രൂപ കിട്ടും നമുക്ക്? 10 യൂണിറ്റ് ഉണ്ടാക്കാനാണ് 20 രൂപ. അപ്പോൾ ഒരു യൂണിറ്റിനോ 20/10 2 രൂപ. അപ്പോഴല്ലേ 10 യൂണിറ്റിന് 2 രൂപ വെച്ച് നമുക്ക് 10 × 2 20 രൂപ കിട്ടുക. ശരിയല്ലേ? കണ്ടുപിടിക്കണം. ഏതിന്? പീസ് റേറ്റിൽ. ടൈമിന് വേണ്ട, സമയത്തിനനുസരിച്ച് വെറുതെ ഇൻറ്റു ചെയ്താൽ മതി. പീസ് എന്ന് പറയുമ്പോൾ ഒരു പീസിനെ കണ്ടുപിടിക്കണം. സത്യാ? അപ്പോൾ 2 രൂപ കിട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എക്സ് ഇവിടെ ഒരു ദിവസം എത്ര യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്? 100. അപ്പോൾ ഒരു യൂണിറ്റിന് 2 രൂപ വെച്ച് 100 യൂണിറ്റിന് എത്ര രൂപ കിട്ടും? 200. ദാറ്റ് ഈസ് പീസ് റേറ്റ്.
കത്തി അതാണ് പീസ് റേറ്റ്. അപ്പോൾ ശരിക്കും ടൈം റേറ്റ് പ്രകാരം എക്സിന് 160 രൂപയും പീസ് റേറ്റ് പ്രകാരം എക്സിന് 200 രൂപയും കിട്ടും. കത്തിയാ ടൈം റേറ്റും പീസ് റേറ്റും? ഈ ഇക്വേഷൻ പഠിച്ചേക്കണ്ടേ? അത് ഇക്വേഷന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, അതിനെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇക്വേഷൻ എഴുതണമെന്നൊന്നുമില്ല. അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നല്ലേ, ഒരു യൂണിറ്റിന് ഇത്രയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് മൊത്തം കിട്ടിയ പൈസേനെ നമ്പർ ഓഫ് യൂണിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? അത്രയേ ഉള്ളൂ അത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടൈം റേറ്റും പീസ് റേറ്റും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിലേത് നല്ലത് എക്സിനെ സംബന്ധിച്ച്? അത് എക്സ് എഫിഷ്യൻ്റ് ആയതുകൊണ്ടല്ലേ പീസ് റേറ്റ്. ഇപ്പം എക്സ് 100-ൽ താഴെ ഒരു 50 യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കിയെങ്കിലോ 2 10 100 രൂപയല്ലേ കിട്ടുള്ളൂ ആൾക്ക്. അപ്പം 160 അല്ലേ നല്ല ലാഭം അല്ലേ? ചില ആൾക്കാർ പണിയെടുക്കില്ല, അങ്ങനെ വെറുതെ ഒക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ടൈം റേറ്റ് അല്ലേ നല്ലത്? അതെ, വളരെ കാര്യക്ഷമമായിട്ട് ജോലി എടുക്കുന്ന ആൾക്കാർക്കാണ് ഏത് റേറ്റ് നല്ലത്? അപ്പൊ നമ്മൾ ടൈലർ എന്ന് പറയുന്ന ആളില്ലേ, ടൈലറിന് അറിയാം നിങ്ങൾക്ക്? FW ടൈലർ ആരാത്? സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ അല്ലേ? പുള്ളിക്കാരൻ ഇതേപോലെ ഒരു പീസ് റേറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയോ പുള്ളി പറയുന്നത്? നോക്കി ശ്രദ്ധിക്കുക. ഹൈ പീസ് റേറ്റ് ഫോർ ഔട്ട്പുട്ട് അറ്റ് എബോവ് സ്റ്റാൻഡേർഡ്. അത് 2 സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട് ടൈലർ എന്ത് ചെയ്യാണ്? 2 കാറ്റഗറി ആയിട്ട് തരംതിരിക്കുകയാണ് ലേബേഴ്സിന്. മനസ്സിലായോ? ലേബറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തൊഴിലാളികളെ എത്ര കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്നു? 2 കാറ്റഗറി ആയിട്ട്. ഇത് അയാൾ പറയാണ് ബിലോ സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും അയാൾ. ഞാൻ പറയുന്നത് ഒരു ദിവസം നിങ്ങൾ ഇത്ര രൂപ പ്രൊഡ്യൂസ് ചെയ്യണം, ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയാമെന്ന് വിചാരിക്കുക. മനസ്സിലായോ? ഓണർ പറയാണ് ഒരു ദിവസം മിനിമം നിങ്ങൾ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ യൂണിറ്റോ അതിന് കൂടുതലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഹൈ പീസ് റേറ്റ് കൊടുക്കും. എന്ത് കൊടുക്കും? ഹൈ റേറ്റ്. ഇനി ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിലോ, നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിൽ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലോ ലോ പീസ് റേറ്റ് കൊടുക്കും. അങ്ങനെ 2 കാറ്റഗറി ആയിട്ട് തരംതിരിക്കുകയാണ്. നമ്മുടെ ടൈലർ. മനസ്സിലായോ? ആരാണ്? ടൈലർ. ഓക്കെ അല്ലേ? നമുക്ക് അതിന് പ്രോബ്ലം ചെയ്താലോ? അതിൻ്റെ പ്രോബ്ലം വരാറുണ്ട് കേട്ടോ. ചിലപ്പോൾ SC ആയിട്ടും വരാം, ചിലപ്പോൾ അല്ലാത്ത സെക്ഷനിലായിട്ടും വരാം. ഇമ്പോർട്ടൻ്റ് ആണത് കേട്ടോ. പറഞ്ഞോട്ടെ. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ദ ഏർണിങ്സ് ഓഫ് വർക്കേഴ്സ് A and B on straight piece rate system and Taylor's differential piece rate system. സ്ട്രെയിറ്റും കാണാൻ പറഞ്ഞു. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, പീസ് റേറ്റും ടൈം റേറ്റും കണ്ടുപിടിച്ചില്ലേ ഇപ്പോൾ ഒരു പ്രോബ്ലം. അതാണ് സ്ട്രെയിറ്റ് പീസ് റേറ്റ് എന്ന് പറഞ്ഞത്. വെറുതെ പീസ് റേറ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻഡു ചെയ്യുക. മനസ്സിലായോ? അതാണ് സ്ട്രെയിറ്റ് പീസ് റേറ്റ്. അടുത്ത ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റും കാണാം. 2 രീതിയിലും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എത്രയാണ്? ഒരു അവറിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം? 8 units. നോർമൽ ടൈം റേറ്റ് എന്താ? ഒരു മണിക്കൂറിന് എത്ര രൂപ കൊടുക്കും? 40 per hour. 40 per. അപ്പോൾ നേരത്തെ തന്ന പോലെ നമുക്ക് തന്നിട്ടുണ്ട്. നേരത്തേൽ നമ്മുടെ ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിരുന്നത് നോക്കി? 20 രൂപയാണ് അവർലി റേറ്റ്. ഒരു അവറിൽ 10 യൂണിറ്റ് ഉണ്ടാക്കണം. ഇത് അതുപോലെ തന്നെ പറഞ്ഞേക്കണേ. ഒരു മണിക്കൂറിൽ 8 യൂണിറ്റ് ഉണ്ടാക്കണം. ഒരു അവർ വർക്ക് ചെയ്താൽ 40 രൂപ കിട്ടും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ ചെയ്ത പോലെ അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര രൂപ കിട്ടും? എങ്ങനെ കണ്ടുപിടിക്കുക? 14/8. എപ്പോഴും റുപ്പീസ് മുകളിൽ എഴുതണം കേട്ടോ മക്കളെ, തെറ്റിക്കരുത്. എപ്പോഴും എമൗണ്ട് എവിടെ വരണം? മുകളിൽ വരണം. അപ്പൊ 40/8 ചെയ്യാം. ഒരിക്കലും 8/40 ചെയ്യരുത് കേട്ടോ. അപ്പൊ 40/8 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു യൂണിറ്റിന്റെ വില 5 രൂപ. ക്ലിയർ ആയോ? കത്തി എല്ലാവർക്കും? യെസ്. എങ്കിൽ എയുടെയും ബിയുടെയും സ്ട്രെയിറ്റ് പീസ് റേറ്റ് പ്രകാരം നമുക്ക് നോക്കിയാലോ. ഇനി 9 hour ഡേ ആണ് കേട്ടോ. ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? എ പ്രൊഡ്യൂസർ 65 യൂണിറ്റ്. എ എത്ര യൂണിറ്റ് ഉണ്ടാക്കിയേ? 65 units. ബി ഉണ്ടാക്കിയത് 75 യൂണിറ്റ്. അപ്പൊ എക്ക് കിട്ടുന്ന സ്ട്രെയിറ്റ് പീസ് റേറ്റ് എത്രയാ? ഒരു യൂണിറ്റിന് എത്രയാ കണ്ടുപിടിച്ചില്ലേ നമ്മൾ? എത്ര രൂപ ഒരു യൂണിറ്റിന്? 5 രൂപ. അപ്പൊ എക്ക് എത്ര കിട്ടും? 65 × 5 ശരിയല്ലേ? 325 കിട്ടും. അപ്പൊ ബിക്കോ? ബി എത്ര പ്രൊഡ്യൂസ് ചെയ്ത ഒരു ദിവസം? 75 × 5. 75 × 5 375. ഇതാണ് സ്ട്രെയിറ്റ് പീസ് റേറ്റ്. കത്തിയാ?
ഇനി നമ്മൾ ടൈലറിൻ്റെ കേസിലോട്ട് വരാം. ടൈലർ പറയണത് ഓക്കെ ഡിഫറൻഷ്യൽസ് ടു ബി അപ്ലൈഡ് എന്ന് കണ്ടോ ക്വസ്റ്റ്യനിൽ ഡിഫറൻഷ്യൽ ടു ബി അപ്ലൈഡ് ആ അതാണ് ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്ന് പറയുന്നത് കണ്ടോ. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ടൈലർ പറയണത് നോക്കി 80% ഓഫ് പീസ് റേറ്റ് വെൻ ബിലോ സ്റ്റാൻഡേർഡ്. എന്താ അതിൻ്റെ അർത്ഥം? സ്റ്റാൻഡേർഡിന് താഴെ സ്റ്റാൻഡേർഡിന് താഴെയാണ് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എന്ത് കൊടുക്കണ്ട? 5 രൂപ കൊടുക്കണ്ടെന്ന്. അതിന് എത്ര ശതമാനം കൊടുത്താൽ മതി? 80% കൊടുത്താൽ മതി. പീസ് റേറ്റിൻ്റെ ഒരു പീസിന് ഒരു യൂണിറ്റിൻ്റെ റേറ്റിൻ്റെ 80% കൊടുത്താൽ മതി. പക്ഷേ 120% ഓഫ് പീസ് റേറ്റ് വെൻ അറ്റ് ഓർ എബവ് സ്റ്റാൻഡേർഡ്. എന്താ അർത്ഥം? സ്റ്റാൻഡേർഡിന്റെ മുകളിലായിട്ട് വർക്ക് സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മുകളിൽ രണ്ടും പെടും. സ്റ്റാൻഡേർഡും പെടും സ്റ്റാൻഡേർഡിന്റെ മുകളിലും പെടും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കുക? 5 രൂപയല്ല അത് കൂടുതൽ കൊടുക്കണം. 5 രൂപയുടെ 120% കൊടുക്കണം. കത്തിയോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കാനാ പറഞ്ഞേക്കണേ ഇവിടെ? 8 യൂണിറ്റ്. നമ്മുടെ കമ്പനി ഒരു ദിവസത്തിൽ എത്ര വർക്കിംഗ് ടൈം ഉണ്ട്? എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്ന കമ്പനി? 9 അവർ. അപ്പോൾ ഒരു ദിവസം എത്ര യൂണിറ്റ് ഉണ്ടാക്കണം? 9 × 8 ശരിയല്ലേ? ഒരു മണിക്കൂറിൽ 8 യൂണിറ്റ് ആണ് ഉണ്ടാക്കേണ്ടത്. ഒരു ദിവസം 9 മണിക്കൂറാണ് വർക്കിംഗ് ഡേ. അപ്പോൾ 9 × 8 എത്ര വരും? 72. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 72 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ശരിയല്ലേ? ഒരു ദിവസം ഒരാൾ 72 യൂണിറ്റ് ഉണ്ടാക്കണം. കത്തിയാ പക്ഷേ ഉണ്ടാക്കിയത് എത്രയാ മക്കളെ? 65. അപ്പൊ ഏത് കാറ്റഗറി പെടും? ബി എത്ര യൂണിറ്റ് ഉണ്ടാക്കിയ? ബി. അപ്പൊ ബി ഏത് കാറ്റഗറിയാ? യെസ്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയോ? ഒരു യൂണിറ്റിന് 5 രൂപയല്ലേ മക്കളെ നോർമലി കൊടുക്കുക അല്ലേ? ബിലോ സ്റ്റാൻഡേർഡുകാർക്ക് 5 രൂപ കൊടുക്കോ? എത്ര കൊടുക്കുള്ളൂ? 5 രൂപയുടെ 8 40 4 രൂപയെ കൊടുക്കുള്ളൂ. അപ്പൊ ലോ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 5 × 80/100 4 രൂപ. കത്തിയാ അപ്പൊ എക്ക് എത്ര രൂപ കൊടുക്കാം? 4 രൂപയല്ലേ കൊടുക്കുക? ബിലോ സ്റ്റാൻഡേർഡ് അല്ലേ? അപ്പൊ എയുടെ എമൗണ്ട് എത്രയാ? 65 × 4 260 രൂപ. കത്തിയാ? ഇനി ഞാൻ ചോദിക്കട്ടെ, എബവ് സ്റ്റാൻഡേർഡുകാർക്ക് 5 രൂപയാണോ കൊടുക്കുക? എബവ് സ്റ്റാൻഡേർഡുകാർക്ക് 120 5 രൂപയുടെ 120% കൊടുക്കും അല്ലേ? അപ്പൊ 5 × 120/100 6 രൂപ എന്ന് കിട്ടും. അപ്പൊ എബവ് സ്റ്റാൻഡേർഡുകാർക്ക് 5 രൂപയല്ല കൊടുക്കുക, 4 രൂപയല്ലേ കൊടുക്കുക? എത്ര രൂപ കൊടുക്കുക? 6 രൂപ. അപ്പൊ ഇവിടെ ബിക്ക് എത്ര രൂപ കിട്ടും 75 യൂണിറ്റിന്? 75 × 6 450 രൂപ. 450 rupees. കത്തിയോ എല്ലാവർക്കും? കുറച്ച് ടഫാണത്. നന്നായി ഇരുന്ന് വർക്കൗട്ട് ചെയ്താലേ കിട്ടുള്ളൂ. മനസ്സിലായോ? ബുദ്ധിമുട്ട് തോന്നുന്നവരാരൊക്കെയാ ചോദിച്ചോ? സ്ട്രെയിറ്റ് പീസ് റേറ്റ് ക്ലിയർ ആയോ എല്ലാവർക്കും? വെറുതെ ഡിവൈഡ് ചെയ്ത് ഇൻറ്റു ചെയ്യാൻ മനസ്സിലായോ? അപ്പൊ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. 5 രൂപയാണല്ലോ ഒരു റേറ്റ്, ഒരു യൂണിറ്റിന്റെ റേറ്റ്. അതിന്റെ 80 120 കണ്ടുപിടിക്കുക. 5 × 80/100 ചെയ്യുമ്പോൾ നമുക്ക് 4 രൂപ. 5 × 120/100 ചെയ്യുമ്പോൾ 6 രൂപ. അത് ക്ലിയർ ആയ സ്റ്റെപ്പ്? കത്തി. അത് കിട്ടിയില്ലേ? 5 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ബിലോ സ്റ്റാൻഡേർഡ് റേറ്റും എബോവ് സ്റ്റാൻഡേർഡ് റേറ്റും നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ 5 × 80/100 4 രൂപ, 5 × 120/100 6 രൂപ. കത്തിയാ? അല്ല, ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 80 120 വരെ വേറെ തരാം കേട്ടോ. അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 80 120 എടുത്താൽ മതി കേട്ടോ, പെർസെൻറ്റേജ് തന്നിട്ടില്ലെങ്കിൽ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ല? അത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നോർമൽ പ്രൊഡക്ഷൻ കാണണം. അതെങ്ങനെയാണെന്നറിയോ? ഒരു അവറിൽ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഇവിടെ കമ്പനി എത്ര മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യണേ അത് നോക്കുക. എത്രയാ? 9 hours. അപ്പൊ 8 × 9 8 × 9 എത്ര വരും? 9 × 8 എത്ര വരും? 72 യൂണിറ്റ് ആണ് ഒരു ദിവസത്തെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. 72 യൂണിറ്റ് എങ്കിലും ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ എത്ര പ്രൊഡ്യൂസ് ചെയ്ത മക്കളെ?
65 അവനാണ് ബിലോ സ്റ്റാൻഡേർഡ്. അപ്പോൾ അവന് 4 രൂപ വെച്ചേ കൊടുക്കുള്ളൂ ഒരു യൂണിറ്റിന്. അപ്പോൾ 65 × 4 260 രൂപ. ഇനി ബി എത്ര പ്രൊഡ്യൂസ് ചെയ്തത്? 72 യൂണിറ്റ് ശരിക്കും ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ ബി എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 75. പറഞ്ഞതിലും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ എന്ത് കൊടുക്കും? എബവ് റേറ്റ് കൊടുക്കും, ഹൈ പീസ് റേറ്റ് കൊടുക്കും. അപ്പോൾ ഇൻറ്റു 6 വെച്ച് കൊടുക്കും. അപ്പോൾ 75 × 6 450 രൂപ. ക്ലിയർ ആയോ? കത്തിയോ? സെറ്റാണോ? യെസ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്തോ, ഇത്രയും ഞാൻ എടുക്കണുള്ളൂ. ഇനി നമുക്ക് ആകെ മെറിക്സ് പഠിക്കാനുണ്ട്, പിന്നെ ഹാൽസിയറോവൻ, ഒരു 3 സ്കീം കൂടി ഉള്ളൂ കേട്ടോ പഠിക്കാൻ ഈ ചാപ്റ്ററിൽ പ്രോബ്ലം ആയിട്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ